ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ബിഗ് ടൈം വെച്ചാൽ നമ്മുടെ 30 ആനിവേഴ്സറി ആയിട്ട് വന്ന് നമ്മൾ കൊനാമിയുള്ള ഈ ബിഗ് ടൈമിൽ നിങ്ങൾക്ക് ഏതൊരു പ്ലെയറിനെ എടുക്കാം. ഏതൊരു പ്ലെയറിനെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കുന്നത് ഇപ്പോൾ ജാപ്പനീസിൽ ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ കൊടുക്കുന്ന ഒരു കൊനാമിയിൽ ഒരു സാധനമുണ്ട്. ഞാൻ സൈഡിൽ കാണിക്കാം. അന്നേരം ഒരു QR കോഡുണ്ട്. ആ QR കോഡിൽ ലീക്കായി. അങ്ങനെയാണ് ആൾക്കാരിപ്പോൾ ഈ അറിയുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളെ ഈ ഫുട്ബോൾ കയറുക. എന്നിട്ട് ഈ ഫുട്ബോൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുട്ബോൾ ഷോപ്പിലേക്ക് പോയി. ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമാവിൻകൊക്കെ കൊടുക്കുന്ന ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് പോവുക. പോയിൻറ്റ്സ് പോയിൻ്റ് നമ്മൾ പോയിൻറ്റ്സ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ ഒരു ഇതുണ്ടാവും. ഏറ്റവും മുകളിൽ ഒരു ഇതുണ്ടാവുക. ഏറ്റവും മുകളിലൊരു പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അത് നിൽക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊനാമിനെ പറ്റ ഒരു പോയിൻറ്റിൻ്റെ ഒരു സംഭവം വരും. അങ്ങനെ നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യാം. അടിയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ലോഗിന് സൈനപ്പ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് നിൽക്കുക. ജസ്റ്റ് അത് നിൽക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലോഗിന് കൊനാമി ഐ ഡി ഇങ്ങനെയൊക്കെ വരും. അന്നേരം നമ്മൾ അടിയിലേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോൺ യു ഹാവ് എ കൊനാമി ഐ ഡി എന്ന് വെച്ചിട്ട് രജിസ്റ്റർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ രജിസ്റ്റർ നിൽക്കുക കേട്ടോ. രജിസ്റ്റർ നിൽക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏജ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ മാക്സിമം 18 വയസ്സിന് മുകളിലാണ് വേണ്ടത്. എന്നാലാണ് നമുക്ക് ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുക. അന്നേരം എല്ലാവരും ചെയ്ത് ഫേക്കൊന്നല്ല കേട്ടോ, ഒറിജിനലാണ്. ചിലപ്പോൾ അക്കൗണ്ട് ബാനായി പോകും. ഞാനെന്തായാലും എടുക്കുന്നില്ല. ചിലപ്പോൾ ഇതിന് വേണ്ടി ഒരു അക്കൗണ്ട് ബാനാകും. പക്ഷേ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇയറിൻ്റെ സാധനം എടുക്കുക. ഇയറിൻ്റെ സാധനം എടുക്കുന്നതിൽ അതിൽ നമുക്ക് ഒരു 15 വയസ്സ്. ഇപ്പം ഞാനൊരു 2004 എടുക്കുന്നത്. 2004-03 നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പക്ഷേ 2005 താഴെ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ 2003 കൊടുക്കുന്നത്. പിന്നെ മന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു മന്ത് കൊടുക്കാം. ഞങ്ങളുടെ 6ാമത്തെ മന്താണ്. പിന്നെ ഡേറ്റ് ഞങ്ങളുടെ 17 കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കട്ടോ. ഇത് കൺട്രി ഇന്ത്യക്ക് അത് ഓൾറെഡി ഉണ്ടാകുന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാകും. അന്നേരം നമ്മൾ ഇമെയിൽ അടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫുട്ബോളിൻ്റെ പ്രൊഫൈൽ നെയിം ഉണ്ടാവും. പ്രൊഫൈൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുട്ബോളത്തെ ഒരു നെയിം ഉണ്ടാവില്ലേ, ആ ഈ ഫുട്ബോളത്തെ നെയിം നമ്മൾ അടിച്ചു കൊടുക്കുക. ഈ ഫുട്ബോളിൻ്റെ നെയിം അടിച്ചു വെക്കുക. എൻ്റെ നെയിം ഇവിടെ റിജോക്സ് സ്ക്രീനാണ്. നമ്മൾ ആ നെയിം അടിച്ചു കൊടുക്കുക. ആ നെയിം അടിച്ചു കൊടുത്തതിൻ്റെ അടിയിൽ നമുക്ക് എന്താ പറയുക, അടിയിൽ നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള സൈഡ് ഉണ്ടാവും. പാസ്വേഡ് അതായത് നമ്മളതിൽ പാസ്വേഡ് അടിക്കാം. പാസ്വേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇല്ലാണ്ട് വന്നൊരു എഗ്രി ഓൾ ദ, അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതിൽ എഗ്രി ഓൾ ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളെല്ലാം ശരിയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കട്ടോ. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇതിൻ്റെ പാസ്വേഡാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡാണ് കേട്ടോ. ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അടിച്ച് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊനാമി ഒരു മെയിൽ അയക്കും. ആ മെയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ആ മെയിൽ എനിക്കിവിടെ വന്നിട്ടുണ്ടാവും. കൊനാമി മെയിൽ രജിസ്റ്റർ ഐ ഡി എന്താ കാണിച്ചത്. രജിസ്റ്റർ ഐ ഡി കൊനാമി ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് ജിൻസ ഒരു ടോക്കിയോ ജപ്പാൻ എന്ന് പറഞ്ഞ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ ഒരു കോഡുണ്ട്, 6 അക്കമുള്ള ഒരു കോഡുണ്ട്, 6 ഡിജിറ്റ് കോഡുണ്ട്. അപ്പോൾ ആ കോഡ് നിങ്ങൾ എന്താ പറയുക, ഈ വെരിഫിക്കേഷൻ കോഡ് എന്താ ഇവിടെ അടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ അടിക്കുന്നില്ല കേട്ടോ. എൻ്റെ വെരിഫിക്കേഷൻ കോഡ് പറഞ്ഞില്ല, ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അക്കൗണ്ട് ചാൻസ് ഉണ്ട്. അന്നേരം നിങ്ങൾ ഇവിടെ എന്താക്കുക, അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊനാമില്ല പാസ്വേഡ് ഒരു കോഡ് അയച്ചില്ലേ, ആ കോഡ് നിങ്ങൾ അയച്ചു കൊടുത്ത് ഒരു 30 അല്ലെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേലേക്ക് ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് വന്നിട്ട് നിങ്ങൾ എടുക്കാമെന്ന് പറയണം. ഞാനിത് എടുക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ കാരണം അഥവാ അക്കൗണ്ട് പോയില്ല, നമ്മളൊരു ബിഗ് ടൈമിന് വേണ്ടി നമ്മൾ അക്കൗണ്ട് കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക ആൾക്കാരൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ മിനിറ്റോ വെയിറ്റ് ചെയ്യുന്നിട്ട് നമ്മൾ ഈ ഫുട്ബോൾ അക്കൗണ്ടിൽ കയറും കേട്ടോ. ഓക്കെ, അവിടെ ഈ ഫുട്ബോൾ അക്കൗണ്ടിൽ കയറി കാണിക്കാം. ഫുട്ബോൾ അക്കൗണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സാധനം കിട്ടിയിരിക്കും കേട്ടോ. എന്നിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, മെയിൽ ബോക്സ് എടുക്കാൻ നമ്മൾ മെയിൽ ബോക്സ് എടുക്കട്ടോ. ഇപ്പോൾ എൻ്റെ ഇവിടെ എന്തോ വെയിറ്റിംഗ് സാധനമുണ്ട്.
നടക്കണം. ഗായ്സ് വരുന്നില്ലട്ടോ. വന്നിട്ട് ഗൈസ് ഞങ്ങൾക്ക് കയറാം. ഈ ഫുട്ബോളൊക്കെ വരുന്നത് കേട്ടോ. കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൽ ബോക്സ് എടുക്കാൻ എനിക്കിവിടെ വന്നിട്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, മെയിൽ ബോക്സിൽ ഞാൻ പാസ്വേഡ് അടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കോൺട്രാക്റ്റ് പോവുക, ഷെയറിലെടുക്കുക. നമ്മളെ ഈ ബിഗ് ടൈമിൽ ഈ പാക്ക് എടുക്കുക. ഈ പാക്കിൽ നിങ്ങൾ ആര് വേണോ, ഇഷ്ടമുള്ള ആര് വേണോ, ഇതിൽ ഏത് ഒരു പേരാണ് നിങ്ങൾ എടുക്കുക. അത്ര തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ അതിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെലേൻ്റെ പാക്ക് കറക്കുന്നുണ്ട്. നമ്മൾ വേറൊരാളെ അക്കൗണ്ടിൽ പെലേൻ്റെ പാക്ക് കറക്കുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വെയിറ്റ് ചെയ്യുക. പിന്നെ പെലേൻ്റെ പാക്ക് ഇറക്കുമ്പോൾ എല്ലാവരും കാണട്ടെ. നമ്മുടെ അതിൽ 1800 സംതിങ് കോയിൻ പൊടിച്ചിട്ട് പക്ഷേ അടിച്ചിട്ടില്ല കേട്ടോ. അന്നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും വേറൊരു അക്കൗണ്ടിൽ അടിക്കാനായിട്ട് നമ്മൾ ഒരു കോയിനൊക്കെ അതിൽ 4000 കോയിനോ അല്ലെങ്കിൽ 1500 കോയിൻ്റെ 2 അക്കൗണ്ടിൽ. അന്നേരം അതിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ 2 സ്പിൻ ചെയ്യുന്നതാണ്. അന്നേരം സ്പിൻ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ പോയി പെലേനെ എടുത്തിട്ട് പിന്നെ എന്താ റിവ്യൂസ് ഇട്ടുണ്ട്. പെലേനെ കുറിച്ച് എന്താ റിവ്യൂസ് ഉള്ളത് എന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, സി യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ. അപ്പോൾ സി യു ഗൈസ്.